നമസ്കാരം സാറേ. ഞാൻ നമ്മുടെ ഡിസൈനിൽ വന്ന മോഡിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തത് ഡ്രോയേഴ്സ് എല്ലാം റീപ്ലേസ് ചെയ്തത് ഡോറുകൾ വെച്ച്. അതായത് ഇപ്പം കിച്ചണിൻ്റെ വെസ്റ്റ് സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഡ്രോയേഴ്സ് നമ്മൾ ഡോറാക്കി മാറ്റി. അപ്പം ഡ്രോയറിന് വരുന്ന ആ ടാൻഡം ബോക്സിൻ്റെ സ്ലൈഡേഴ്സിൻ്റെ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റി ഡോറിലോട്ട് മാറിയപ്പോൾ. കിച്ചൺ വെസ്റ്റ് സൈഡ് വരുമ്പോൾ ഇവിടെ നേരത്തെ ഡ്രോയറായിരുന്നു, അത് ഡോറാക്കി മാറ്റി. ഈ ഡ്രോയറിൻ്റെ ഡബിൾ സൈഡ് നേരത്തെ ഡ്രോയർ ആയിരുന്നു, ഇപ്പൊ ഡോർ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെയും കൂടെ ഷീറ്റ്, ഇന്നറും കൂടെ ഷീറ്റ് ഇടണമെങ്കിൽ ചെയ്യാം. അപ്പം ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടും. നമ്മൾ ആ പറ്റുന്നത്രയും 4 ലാഖിന്റെ താഴെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ നിലവിൽ ഈ 4 ലാഖിനകത്ത് അകത്തും കൂടെ ഒരു ഷട്ടർ പീസ് വരുന്നില്ല. അകത്തും കൂടെ ഷട്ടർ പീസ് വരുവാണെങ്കിൽ ഒരു 15 to 20,000 അല്ലെങ്കിൽ ഒരു 15 രൂപ എന്താണെങ്കിലും വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു 15% വേരിയേഷൻ വരാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഇല്ലാത്ത രീതിയിലാണ് എടുത്തത്. ഇത് കിച്ചൺ, നമ്മുടെ പാൻട്രി കിച്ചണ്, അതിൻ്റെ വെസ്റ്റ് സൈഡ് ഇങ്ങനെ ഡോസ്. ഇത് നമ്മുടെ എൽ കോർണർ, രണ്ട് ഡോറും ഒന്നിച്ച് തുറക്കുന്ന പോലെ ബൈഫോൾഡിങ് ഡോസ്. അത് കഴിഞ്ഞാൽ കിച്ചൻ്റെ നോർത്ത് സൈഡ് നമുക്കൊരു ഡ്രോയർ ഉണ്ടായിരുന്നു, ആ ഡ്രോയർ മാറ്റിയിട്ട് നമ്മൾ ഡോറാക്കി. വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റ്, സിങ്കിൻ്റെ യൂണിറ്റ്, സിങ്കിൻ്റെ യൂണിറ്റ്, ഡബിൾ ഡോറ് കോർണർ യൂണിറ്റ്, അല്ലെങ്കിൽ ബൈഫോൾഡിങ് കോർണർ യൂണിറ്റ്. ഇത് കഴിഞ്ഞാൽ കിച്ചൺ ഈസ്റ്റ് പ്ലെയിനായിട്ട് ലെഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചൺ 2-നകത്ത് വന്നു കഴിയുമ്പം ഇവിടെ ഡ്രോയർ ആയിരുന്നു, അതും നമ്മൾ ഡോർ യൂണിറ്റാക്കി. മേളിൽ ഫ്ലാറ്റ് ഡോർസ് ആയിരുന്നു, ആ ഫ്ലാറ്റ് ഡോർ മാറ്റിയിട്ട് നമ്മൾ ഡോർ സിസ്റ്റം ആക്കി. അപ്പോൾ ഡോറ് നമ്മൾ പറ്റുന്നത്രയും സിംഗിൾ ഡോർ അല്ലാതെ ഡബിൾ ഡോർ ആക്കി. അപ്പോൾ ഇവിടെ നമ്മൾ തുറന്നു കഴിയുമ്പം ഇതൊരു ഡിസ്റ്റർബൻസ് ആവത്തില്ല. ഇതൊരു ഡിസ്റ്റർബൻസ് വരത്തില്ല. ആ രീതിയിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഈ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ഷട്ടറും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഡോറിന്റെ വലിപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. GTPT ഉണ്ട്. അപ്പം ഡിഷ് വാഷറിൽ ഇരുന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്ന സാധനങ്ങൾ അവിടെ അകത്ത് സ്റ്റോർ ചെയ്യുക. ഇവിടെയും കോർണർ വന്നിട്ട് നമ്മുടെ ഡബിൾ ഡോർ കോർണർ. ഓക്കെ, 135 ഡിഗ്രി ഒരു ഫിറ്റ്മെന്റ്സ് വെച്ചാണ് ഈ നടുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫിറ്റ്മെന്റ്സ് വരും, അല്ലെങ്കിൽ ഹിഞ്ചസ് വരും. പിന്നെ നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ സിങ്ക് മാക്സിമം വലിപ്പം ഉള്ള സിങ്കാണ്, 33 ഇഞ്ച്. ഇതാണ് സിംഗിൾ ബൗളിനകത്ത് മാക്സിമം വലിപ്പം വരുന്നത്, 33 ഇഞ്ച്. ഈ ഈ ഡിറ്റർജന്റ് റാക്ക് ഈ ഡോറിലാണ് വരുന്നത്. ഞാൻ അങ്ങനെ ആനിമേറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഡിറ്റർജന്റ് റാക്കും അതിനകത്ത് വരും, വേസ്റ്റ് ബിന്നും ഇതിനകത്ത് വരും. ഈ ഡോറിൽ തന്നെ ആയിരിക്കും ഡിറ്റർജന്റ് റാക്ക് വരുന്നത്, വേസ്റ്റ് ബിന്ന് ഇവിടെ തന്നെ. തുറന്നു കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഈ ഡോർ ഫ്ലാപ്പ് തുറന്നു വരും. അപ്പം സിങ്ക് മാക്സിമം വലിപ്പം 33 ഇഞ്ചസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കോർണറിൽ ഇരുന്ന് ഇങ്ങനെ വരുന്ന കോർണർ ഡ്രോയർ. അപ്പോൾ ഈ കോർണർ ഡ്രോയർ 1, 2, 3, 4 ഡ്രോയർ. ഇതിൻ്റെ ഹൈറ്റ് വരുന്നതും 30 സെന്റിമീറ്ററിൻ്റെ അടുത്ത് വരും ഹൈറ്റ്. അപ്പം നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഹൈറ്റുള്ള ഡെപ്പികളാണെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റും. കട്ട്ലറി മാത്രമേ വെക്കാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ 2D പുള്ളൗട്ട്. അപ്പം നമുക്ക് ഓയിൽ അതുമാതിരിയുള്ളതും
എല്ലാ കട്ട്ലറിയും ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും 2 ഡ്രോയർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, മേളിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം റീച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ വോൾ യൂണിറ്റ് നേരത്തെ ഫ്ലാറ്റ് ഡോർ ആയിരുന്നു, നേരത്തെ ഫ്ലാറ്റ് ഡോർ ആയിരുന്നു. ആ ഫ്ലാറ്റ് ഡോർ മാറ്റിയിട്ട് ഒരു മിനിറ്റ്, ഫ്ലാറ്റ് ഡോർ മാറ്റിയിട്ട് അതും നമ്മൾ ഡോറുള്ള രീതിയിൽ തന്നെ കൊണ്ടുവന്നു. കിച്ചൺ ടു ഈസ്റ്റ്. ഇവിടെ നമുക്ക് ഈ എപ്പോഴും തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഷെൽഫ് ചെയ്യാം. ഇത് നമ്മുടെ അലുമിനിയത്തിൽ തന്നെ വേണമെങ്കിൽ ഒരു ഓപ്പൺ ഷെൽഫ് ചെയ്യാം. അതിനെക്കാട്ടും കുറച്ചുകൂടെ ഭംഗി ഈ നമുക്ക് എപ്പോഴും തന്നെ അക്സസറീസ് ആയിട്ട് വരുന്നതുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു സ്പേസും കൂടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ഷെൽഫ്, ഓപ്പൺ ആയിട്ട് കുറേ സ്പൈസസിന്റെ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്ലാപ്പ് ഡോർ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഈ ലിഫ്റ്റപ്പ് പോലത്തേതായിരുന്നു, അത് മാറ്റിയിട്ട് ഡോറാക്കി. എന്നിട്ട് ഈ ചിമ്മിനിക്ക് ഇങ്ങനെ ഒരു കവർ വരും. ചിമ്മിനിയുടെ 2 സൈഡ് ഞാൻ ചെറിയ പെബിൾസും ഇതൊക്കെ വെക്കാൻ വേണ്ടി ഒരു അല്ലെങ്കിൽ അവിടെയും ഒരു സ്പൈസസ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് എടുത്തതേ ഉള്ളൂ. കാരണം നമുക്ക് ഒറ്റ പീസായിട്ടും കൊണ്ടുവരാം, ഇതൊരു സ്റ്റോറേജും കൂടെ ഇരുന്നോട്ടെ. അപ്പം പറ്റുന്നത്രയും നമ്മൾ പാചകം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറാതെ തന്നെ സ്റ്റോറേജ് കിട്ടുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഇതുവഴി നമ്മുടെ ഡക്റ്റ് പോകുന്നു, അത് പോകുന്ന എക്സോസ്റ്റ് ഡക്റ്റിലൂടെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ കിച്ചൺ ടു സൗത്ത് അവിടെ വേരിയേഷൻസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത പോലെ തന്നെ എല്ലാം സ്റ്റോറേജ് ഏരിയ, നമ്മുടെ പാൻട്രി യൂണിറ്റ്, പോക്കറ്റ് ഡോറ്, നടുക്ക് വേറെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ പോക്കറ്റ് ഡോർസ് ആയിട്ടാണ് പാൻട്രി യൂണിറ്റ് വരുന്നത്. ഇതിനകത്ത് 2 ഇതിന് മാത്രം നമുക്ക് അഡീഷണൽ സാറിന് ഇത് വരാൻ സാധ്യതയുണ്ട്, കുറച്ചും കൂടെ കോസ്റ്റ് വരാൻ. ഒന്ന്, ഇതിനകത്ത് ലൈറ്റിൻ്റെ പ്രൊഫൈൽസ് വരുമ്പോൾ അതിൻ്റെ ഒരു റേറ്റ് വരാൻ സാധ്യതയുണ്ട്. ലൈറ്റ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു അഡീഷണൽ പേയ്മെൻറ്റ് വരും. ഓക്കെ സാറേ, താങ്ക് യു.